എതിരാളികൾ പോലും ആരാധിച്ചു പോകുന്ന ബാറ്റിംഗ് വിസ്മയം. സഞ്ജു സാംസൺ എന്ന താരത്തെ മുംബൈ താരങ്ങൾ ചേർത്ത് പിടിച്ചപ്പോൾ അത് വെറുമൊരു മത്സരത്തിനപ്പുറം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഐക്യമായി മാറി. വാങ്കഡയിൽ സഞ്ജു പെയ്തിറങ്ങുകയായിരുന്നു മുംബൈയുടെ മണ്ണിൽ ചെന്നൈയുടെ വിജയക്കൊടി പാറിച്ചുകൊണ്ട്. കേവലം 55 പന്തിൽ നിന്ന് പിറന്ന തകർപ്പൻ സെഞ്ചുറി. ഇന്നിംഗ്സിലെ അവസാന പന്ത് ബൗണ്ടറി പായിച്ച് സഞ്ജു തന്റെ സെഞ്ചുറി തികച്ചപ്പോൾ ചെന്നൈ സ്കോർ 200 കടന്നു. ഈ സീസണിലെ സഞ്ജുവിൻ്റെ 2ാം സെഞ്ചുറി, അതും IPL എൽ ക്ലാസിക്കോയിൽ ചെന്നൈയുടെ ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസിനെതിരെ. ഇന്നിംഗ്സ് കഴിഞ്ഞതും മനോഹരമായ കാഴ്ചയായിരുന്നു ഗ്രൗണ്ടിൽ കണ്ടത്. സഞ്ജുവിനെ അഭിനന്ദിക്കാൻ ആദ്യം ഓടിയെത്തിയത് ഇന്ത്യയുടെ T20 നായകൻ സൂര്യകുമാർ യാദവ് ആയിരുന്നു. സഞ്ജുവിനെ ചേർത്തു പിടിച്ച് അഭിനന്ദിച്ച സൂര്യയുടെ ആലിംഗനം മൈതാനത്തെ വൈരത്തിനപ്പുറമുള്ള സൗഹൃദത്തിൻ്റെ നേർക്കാഴ്ചയായി. തൊട്ടു പിന്നാലെ ലോകത്തെ മികച്ച പേസർമാരിലൊരാളായ ജസ്പ്രീത് ബൂംറ എത്തി. കളത്തിൽ തൻ്റെ പന്തുകളെ അതിർത്തി കടത്തിയ സഞ്ജുവിനെ മനസ്സറിഞ്ഞു തന്നെ ബൂംറ ചേർത്ത് പിടിച്ചു. ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബൗളർമാരിൽ ഒരാളാണ് ബൂംറ. സഞ്ജു തൻ്റെ കരിയറിലെ ആദ്യ IPL സിക്സർ നേടിയത് ഇതേ ബൂംറയ്ക്കെതിരെയായിരുന്നു എന്നത് മറ്റൊരു കൗതുകം. പന്തും ബാറ്റും തമ്മിലുള്ള പോരാട്ടം അവസാനിച്ച നിമിഷം ഒരു സഹതാരം എന്ന നിലയിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കരുത്തിനെ അംഗീകരിച്ചുകൊണ്ട് ബൂംറ നൽകിയ ആ ഹസ്തദാനം സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു. പിന്നാലെ മുംബൈ നായകൻ ഹർദിക് പാണ്ഡ്യ എത്തി. ചിരിച്ചുകൊണ്ട് സഞ്ജുവിൻ്റെ തോളിൽ തട്ടി ആ ഇന്നിംഗ്സിനെ ഹർദിക് പ്രശംസിച്ചു. മുംബൈ നായകൻ എന്ന നിലയിൽ സ്വന്തം തട്ടകത്തിൽ വലിയ സ്കോർ വഴങ്ങേണ്ടി വരുന്നതിൻ്റെ നിരാശയുണ്ടാകുമെങ്കിലും അത് മാറ്റിവെച്ചാണ് ഹർദിക് സഞ്ജുവിനെ അടുത്തേക്ക് വിളിച്ചത്. ചിരിച്ചുകൊണ്ട് സഞ്ജുവിനെ തോളിൽ തട്ടി അഭിനന്ദിക്കുമ്പോൾ അത് ഒരു എതിരാളിയോടല്ല, മറിച്ച് തൻ്റെ ടീമിലെ ഒരു വിശ്വസ്തനായ അംഗത്തോടുള്ള സ്നേഹപ്രകടനമായി തോന്നിപ്പിച്ചു. ആ ചിരിയിൽ സഞ്ജുവിൻ്റെ പോരാട്ട വീര്യത്തിലുള്ള ബഹുമാനം വ്യക്തമായിരുന്നു. മൈതാനത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ കെട്ടിപ്പിടിച്ചതായിരുന്നു. ഇന്ത്യൻ T20 ടീമിൻ്റെ നായകൻ കൂടിയായ സൂര്യ സഞ്ജുവിൻ്റെ ഇന്നിംഗ്സിനെ എത്രത്തോളം വിലമതിക്കുന്നുവെന്ന് ആ ആലിംഗനത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. വാങ്കഡയിലെ കാണികളെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ചതും ഈ നിമിഷമായിരുന്നു. കളിക്കളത്തിലെ മത്സരത്തിനപ്പുറം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ 2 പ്രതിഭകൾ തമ്മിലുള്ള ആത്മബന്ധം ആ ദൃശ്യത്തിൽ തെളിഞ്ഞു നിന്നു. മുംബൈ താരങ്ങളുടെ ഈ അഭിനന്ദനം സഞ്ജു സാംസൺ എന്ന താരത്തിൻ്റെ വ്യക്തിത്വത്തെയും കഴിവിനെയും അടിവരയിടുന്നതാണ്. എതിർ ടീമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ആ ടീമിലെ പ്രമുഖ താരങ്ങൾ തന്നെ വന്ന് അഭിനന്ദിക്കുന്നത് ഒരു കളിക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിലെ സൗന്ദര്യവും പക്വതയും അവരെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു വാങ്കഡയിൽ കണ്ടത്. സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിലെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സൗന്ദര്യമാണ്. ശക്തി പ്രയോഗത്തിന് പകരം കൃത്യമായ ടൈമിങ്ങിലൂടെയാണ് അദ്ദേഹം പന്ത് അതിർത്തി കടത്തുന്നത്. വാങ്കഡയിലെ വേഗമേറിയ ഔട്ട്ഫീൽഡിനെ സഞ്ജു തന്നെ ടൈമിങ്ങിലൂടെ മികച്ച രീതിയിൽ മറികടന്നു. ജസ്പ്രീത് ബൂംറയെ പോലുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ബോളർ നേടുമ്പോൾ പോലും സഞ്ജു പതറിയില്ല. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ മികച്ച പന്തുകളെ ബഹുമാനിക്കുകയും മോശം പന്തുകളെ പ്രഹരിക്കുകയും ചെയ്യുന്ന ശൈലി അദ്ദേഹം കൃത്യമായി പിന്തുടർന്നു. ഈ സീസണിലെ സഞ്ജുവിൻ്റെ 2ാം സെഞ്ചുറിയാണിത്. തുടർച്ചയായി വലിയ സ്കോറുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന വിമർശകർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ പ്രകടനം. വിക്കറ്റുകൾക്കിടയിലെ വേഗത്തിലുള്ള ഓട്ടവും സാഹചര്യത്തിനനുസരിച്ച് ഗിയർ മാറ്റാനുള്ള കഴിവും ഈ ഇന്നിംഗ്സിനെ വേറിട്ടു നിർത്തി. ചെന്നൈ സൂപ്പർ കിങ്സിനെ നട്ടല്ലായി മാറാൻ സഞ്ജുവിന് സാധിച്ചു. 200+ എന്ന ടോട്ടലിലേക്ക് ടീമിനെ എത്തിച്ചതിലൂടെ ബൗളർമാർക്ക് പൊരുതാനുള്ള ഒരു വലിയ സ്കോർ അദ്ദേഹം സമ്മാനിച്ചു. വാങ്കഡയിലെ ഗാലറി നിശബ്ദമാക്കി സഞ്ജു നടത്തിയ ഈ ബാറ്റിംഗ് വെടിക്കെട്ട് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സിലൊന്നായി അടയാളപ്പെടും.